ഉണർന്നിരിക്കുമ്പോൾ തന്നെ ക്ഷീണം തോന്നുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞാൽ ഉറക്കം വരുന്നുണ്ടോ? ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചതിന്റെ പകുതി പോലും നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ടോ? ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതിന്റെ പരിഹാരം എന്താണെന്ന് അറിഞ്ഞാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും നല്ല എനർജിയോടെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. മാനസികമായും ശാരീരികമായും ഒക്കെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടാകും. അതിനിടയിൽ ജോലിയും വീട്ടിലെ കാര്യങ്ങളും ഫാമിലിയുടെ വിഷയങ്ങളും ഒക്കെ കൂടിയാകുമ്പോൾ എനർജി നഷ്ടപ്പെടുക സ്വാഭാവികമാണ്. ഇത് മനസ്സിലാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനൊരു പരിഹാരം കാണാൻ ജീവിതം മുഴുവൻ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. മടിയെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാനും എല്ലാ ദിവസവും ഊർജം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില എളുപ്പ വഴികൾ അറിഞ്ഞാൽ മാത്രം മതി. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ലളിതവും പ്രായോഗികവുമായ ചില ശീലങ്ങൾ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. ആദ്യം മടി എന്നത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. പലപ്പോഴും ഇത് ക്ഷീണം, കാര്യങ്ങൾ വ്യക്തമല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന തോന്നൽ എന്നിവയുടെ ഒക്കെ ഒരു മിക്സറാണ്. ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ കൂടുതലാണെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തതയില്ലെന്നോ തലച്ചോറിന് തോന്നുമ്പോൾ അത് ഏറ്റവും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ഒന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കുക എന്നതൊക്കെ ആയിരിക്കും ആ സമയത്ത് തലച്ചോറ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഈ ചിന്തയിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പകുതി വിജയിച്ചു. അതുകൊണ്ട് എപ്പോഴും സ്വയം നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല പരിഹാരം. പകരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ജോലികൾ തുടങ്ങാനും കഴിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അതിനായി ആദ്യം തുടങ്ങേണ്ട ശീലം നമ്മുടെ ഉറക്കത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ശരിയാക്കുക എന്നതാണ്. ഉറക്കം എന്നത് ഒരു ദിവസത്തെ റീചാർജ് പോലെയാണ്. നിങ്ങളുടെ ഉറക്കം മോശമാണെങ്കിൽ എത്ര മോട്ടിവേഷൻ നൽകുന്ന വാക്കുകൾ കേട്ടാലും നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. എല്ലാം തികഞ്ഞ രീതിയിൽ ഉറങ്ങാൻ ശ്രമിച്ചില്ലെങ്കിലും ചില ചെറിയ മാറ്റങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാക്കും. എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയം ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക. വീക്കെൻഡ്സിലും ഇതേ സമയം തന്നെ തുടരാവുന്നതാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിനെ ഈ സമയം പരിശീലിപ്പിക്കും. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. തെളിച്ചമുള്ള സ്ക്രീനുകൾ ആഴത്തിലുള്ള ഉറക്കത്തെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ കിടപ്പുമുറി കഴിയുന്നത്ര ശാന്തമായി സൂക്ഷിക്കുന്നതും ഉറക്കം എളുപ്പമാക്കും. കുറഞ്ഞ വെളിച്ചം, ശബ്ദം കുറയ്ക്കുക, സുഖപ്രദമായ താപനില എന്നിവ ഉറപ്പാക്കുക. നല്ല ഉറക്കം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ സ്വാഭാവിക ഊർജം ലഭിക്കും. അപ്പോൾ മടിയെന്ന് തോന്നുന്നത് പലപ്പോഴും തനിയെ കുറയും. അതുപോലെ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നത് ബാക്കിയുള്ള കാര്യങ്ങളെ സ്വാധീനിക്കും. നിങ്ങൾ ഉണർന്നയുടൻ ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് നിഷ്ക്രിയമായ അവസ്ഥയിൽ തുടരുകയാണ് ചെയ്യുക. പകരം എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഉണർന്നയുടൻ കട്ടിൽ വൃത്തിയാക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, എളുപ്പമുള്ള സ്ട്രെച്ചിങ് ചെയ്യുക, അന്നത്തെ നിങ്ങളുടെ പ്രധാനപ്പെട്ട 3 ജോലികൾ പ്ലാൻ ചെയ്യാൻ 2 മിനിറ്റ് മാറ്റിവെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഈ പ്രവൃത്തികൾ ലളിതമാണെങ്കിലും അവ നിങ്ങളുടെ തലച്ചോറിന് സ്ട്രോങ് ആയ മെസ്സേജാണ് പാസ് ചെയ്യുക. ഇത് മടി എന്ന ചിന്തയെ ഇല്ലാതാക്കും. അടുത്തതായി മടിയെ മറികടക്കാൻ 2 മിനിറ്റ് റൂൾ ഉപയോഗിക്കാം. പലപ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു ജോലി ചെയ്യുക എന്നതല്ല, അത് തുടങ്ങുക എന്നതാണ്. 2 മിനിറ്റ് റൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ 2 മിനിറ്റിൽ കുറവ് സമയമേ എടുക്കുന്നുള്ളൂ എങ്കിൽ അത് ഉടൻ ചെയ്യുക എന്നതാണ്. വലിയ ജോലികൾ ചെയ്യാൻ വെറും 2 മിനിറ്റ് മാത്രം മാറ്റിവെക്കുക. പുസ്തകം തുറന്ന് 2 മിനിറ്റ് വായിക്കുമെന്ന് കരുതുക. ഒരു മേശ മാത്രം 2 മിനിറ്റ് വൃത്തിയാക്കും എന്ന് പറയുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഒരിക്കൽ നിങ്ങൾ തുടങ്ങിയാൽ പലപ്പോഴും കൂടുതൽ സമയം അതിൽ തുടരും. ഇനി അഥവാ നിങ്ങൾ മുഴുവൻ ജോലി ചെയ്തില്ലെങ്കിൽ പോലും ജോലി തുടങ്ങാനുള്ള ശീലം നിങ്ങൾ വളർത്തുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ മടിയെ തോൽപ്പിക്കുന്നത്. ജോലികൾ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി പതിയെ പതിയെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എന്നതാണ് അടുത്തതായി ചെയ്യേണ്ടത്. വലിയ ജോലികൾ ഭാരമായി തോന്നാം. തലച്ചോറ് അവയെ വലിയ മലകളായി കാണുകയും ഇപ്പോൾ വേണ്ട എന്ന് പറയുകയും ചെയ്യും. ആ സമ്മർദ്ദം കുറയ്ക്കാൻ ജോലികൾ വളരെ ചെറിയതാക്കി മാറ്റുകയാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ പതിയെ ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.